ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒരു അടിപൊളി ടേസ്റ്റുള്ള മന്തിയാണ് കേട്ടോ. ഇതെടുത്തിട്ട് ഒരു 8 സബോള എടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ചത്. പിന്നെ മല്ലിയില എടുത്തിട്ടുണ്ട്, പുതിന എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണക്കനാരങ്ങ 2 എടുത്തിട്ടുണ്ട്. 1 കിലോ അരിയുടെ അളവാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന ഒരു 5 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം എടുത്തിട്ട് 2 ക്യാപ്സിക്കം മുഴുവനായിട്ടുള്ളത് ചെറുതായിട്ട് മുറിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകമാണ് കേട്ടോ ഇത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക, കാരണം അത് മുളക് മീൻസ് ഇത് കുരുമുളകും അതുപോലെ എരിവ് സ്പൈസസൊക്കെ ഒന്ന് പിടിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക. നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം, ഒരു 1 ഹവറെങ്കിലും നമ്മളൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ ഇതാ കുരുമുളക് പൊടി നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ, പക്ഷെ മന്തിയിൽ അധികം എരിവ് വേണ്ടല്ലോ, പിന്നെ നമ്മൾ കുരുമുളക് കൊടുക്കണ്ടല്ലോ. ജീരകം ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മല്ലിയില പുതിന ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ, 1 മണിക്കൂർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1/2 ഹവർ എങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇതാ മല്ലിയില പുതിനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ച് ക്യാപ്സിക്കം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇത് 1 കിലോ അരിയുടെ അളവാണ് കേട്ടോ എന്താണ് പറയുന്നത്. അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ 2 മുഴുവനായിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സബോള നമ്മൾ മുറിച്ച് വെച്ചത് അത് ചേർത്ത് കൊടുക്കുക, അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക അതിൽ. പിന്നെ നമ്മൾ 5 മാഗി ക്യൂബ് എടുത്തിട്ടില്ലേ, അതിൽ 3 നമ്മൾ ചിക്കനിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പോൾ 3 മാഗി ക്യൂബ് ചിക്കനിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ, കാരണം മാഗി ക്യൂബിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് കുറച്ചുണ്ടാവും, എന്നാലും നോക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ മാഗി ക്യൂബ് നമ്മൾ 3 ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ റെസ്റ്റ് വെക്കണം, ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഇതാ ഒരു കളർ പൊടി ചേർത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ മതി കേട്ടോ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു റെഡിഷ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ കളർ പൊടി ചേർക്കുന്നത്. പിന്നെ നമ്മളിതാ നാരങ്ങ ഒന്ന് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറെ നമ്മൾ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല. നമ്മൾ ഒരു ബൗളിൽ, ഒരു ചെറിയ ബൗളിൽ എടുത്തിട്ട് ഓയിൽ ഒഴിക്കുക, ഫുള്ളായിട്ടുള്ള ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കണ്ടോ, ഒരു റെഡ് കളർ കിട്ടുന്ന അതിന് വേണ്ടി ചേർത്തതാണ്, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതാ 1 മണിക്കൂർ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നല്ല കളർഫുള്ളായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ മന്തിയാണ് കേട്ടോ. ഇതാ അപ്പോൾ നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അരി കുതിർക്കാൻ വെച്ചിട്ടുണ്ട്, 1 കിലോ അരി. നമ്മൾ ഈ ചിക്കനിൽ നമുക്ക് കുറച്ച് ഗ്രേവി പോലെ കിട്ടുമല്ലോ ലാസ്റ്റ്, അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ചോറ് വെക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി നമ്മൾ വേറെ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. ഈ ചിക്കൻ ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇതെടുക്കാൻ കേട്ടോ, ഒരു വെന്തെടുക്കണം കേട്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഫുള്ളാക്കി തന്നെ വെക്കുക കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്ക് അതിന് ഗ്രേവി പോലെ കിട്ടും. കണ്ടോ, നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ 1 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ബൗളിൽ. അത് തന്നെയാണ് കേട്ടോ ഇത്, വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, നമ്മൾ 1 കിലോ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സെല്ല റൈസിലും ഉണ്ടാക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. നമ്മളിതാ 1 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കുക. കാരണം എന്താ പറഞ്ഞാൽ ചിക്കൻ ഒന്ന് മൊരിഞ്ഞ് കിട്ടാനാണ്. അപ്പം നന്നായിട്ട്
നന്നായിട്ട് വെന്ത് പോകണ്ട, ഒരു ഹാഫ് വേവ് അല്ലെങ്കിൽ ഒരു മുക്കാൽ വേവ് മതി കേട്ടോ. ഇത് ചിക്കൻ ഒരു മുക്കാൽ വേവ് എടുത്തോളൂ, അപ്പോൾ കറക്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറെ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഈ ഗ്രേവിയിൽ തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ ചോറ് വെക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചിക്കൻ മാത്രം എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇനി നമ്മൾ ഈ ഗ്രേവിയിലാണ് നമ്മൾ അരി ഇട്ടിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല എരിവും നല്ല സ്പൈസിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും ചോറ് കഴിക്കുമ്പോൾ. ഇനി അതിലേക്ക് നമ്മൾ 2 ഏലക്ക ഇട്ട് കൊടുക്കുക, ഒരു 3 ഏലക്ക, പട്ട, കറാമ്പ്, പിന്നെ കുറച്ച് നമ്മൾ കുരുമുളക് എടുത്ത് വെച്ചിട്ടില്ലേ അത് മുഴുവനായിട്ട് ചേർക്കുക കേട്ടോ. കുരുമുളക്, പിന്നെ അതിലോട്ട് നമ്മൾ മല്ലി, അത് കാണിക്കാൻ വിട്ടുപോയിട്ടാ, മല്ലി നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. മന്തീൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലോ മല്ലി, അത് പറയാൻ വിട്ടുപോയി. മല്ലി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതാ 2 മാഗി ക്യൂബ് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് ഉണക്കനാരങ്ങ 2 ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ 1 കിലോ അരിയുടെ അളവാണ് കേട്ടോ, അതുകൊണ്ട് 2 ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല പുളിപ്പൊക്കെ ഉണ്ടാവില്ലേ, നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും മന്തി വെറൈറ്റി കഴിച്ച് നോക്കിയിട്ടുണ്ടാവില്ല, അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ 2 പട്ടൻ്റെ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ 1 കിലോ അരിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ നമ്മൾ 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ 1 പാത്രം അരിയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി ഒഴിച്ച് കൊടുക്കുക, 2 പാത്രം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ 2 പാത്രം ഒരു പാത്രത്തിൻ്റെ അരിയാണ് എടുത്തിരിക്കുന്നത്, അതിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് വെന്ത് പോകാൻ പറ്റില്ല, നമുക്ക് ദമ്മിലിടേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മുക്കാൽ വേവിൽ തന്നെ, ചിക്കൻ മുക്കാൽ വേവായിരുന്നു, അതുപോലെ തന്നെ ഈ അരിയും മുക്കാൽ വേവിൽ തന്നെ നമുക്ക് ദമ്മിലിടണം. അതുകൊണ്ട് ഒരുപാട് വെന്ത് പോകാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, പക്ഷെ എന്നിരുന്നാലും കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാണ്ടോ അരിയും വെള്ളവും ഏകദേശം ഒരേപോലെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇതാണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു മുക്കാൽ വേവിൽ തന്നെ നമ്മൾ ഇങ്ങനെ കറക്റ്റായി കിട്ടണം കേട്ടോ, അരിയും അതുപോലെ തന്നെ വെള്ളവും കൂടിയിട്ട്. ഇനി നമ്മൾ ദമ്മിലിടാൻ പോവുകയാണ്. അതിലോട്ട് നമ്മൾ ചിക്കൻ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ ഇങ്ങനെ കഴിക്കാനൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും വെറൈറ്റി മന്തിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ വീട്ടിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുണ്ടോ അപ്പോൾ നമ്മളെല്ലാ ചിക്കനും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിൽ വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ദമ്മിലിരുന്നോട്ടെ. നമ്മളിപ്പോൾ ചിക്കനും മുക്കാൽ വേവിലായിരുന്നു, അതുപോലെ തന്നെ ചോറും മുക്കാൽ വേവില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും ദമ്മിൽ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിനി സ്പൈസസ് ഒന്നും ആഡ് ചെയ്യണില്ല, ജസ്റ്റ് കുരുമുളക് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇതിൽ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് സ്പൈസൊക്കെ കിട്ടും കേട്ടോ ഇതിൽ. പിന്നെ നമുക്കിതാ ചാർക്കോൾ വെച്ചിട്ടൊന്ന് പോയിക്കാം, എന്നാലേ ആ മന്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് ദമ്മിൽ വെക്കാം, ഒരു 10-15 മിനിറ്റ് ദമ്മിലിരുന്നോട്ടെ.
ഇതാ ഇപ്പം നമ്മുടെ മന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇങ്ങനെ ചെയ്യണത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചോറ് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി മന്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി അങ്ങോട്ടൊന്ന് സപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ബായ്.